2026 മകരവിളക്കിനോടനുബന്ധിച്ച് നമ്മളുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിശദാംശങ്ങൾ പറയുവാനായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ജനുവരി 14-ാം തീയതി ഏകദേശം 6:35 മണിയോടെയായിരിക്കും അന്നത്തെ ദീപാരാധനയും മകരവിളക്ക് കാണലും ഉണ്ടാവുക. ആയതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ നല്ല തിരക്കുകൾ ഇന്നത്തെ ദിവസം തന്നെ ശബരിമലയുടെ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ആയതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവസാന ദിവസം നമുക്ക് 30,000-ഓളം വെർച്വൽ ക്യൂ പാസുകൾ മാത്രമേ ഉള്ളൂ. അന്നത്തെ സ്പോട്ട് ബുക്കിംഗും നിയന്ത്രിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അതിന് ഓർഡർ നൽകിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലയ്ക്കല് നിന്നും 10 മണിക്ക് ശേഷം ആരെയും തന്നെ പമ്പയിലേക്ക് കടത്തിവിടില്ല. പമ്പയിൽ നിന്നും 11 മണിക്ക് ശേഷം സന്നിധാനത്തേക്ക് ആരെയും കടത്തിവിടില്ല. ഈ തിരുവാഭരണം ട്രഡീഷണൽ റൂട്ടിലൂടെ വന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് ശരംകുത്തിയിൽ എത്തിച്ചേരുന്നത് ഏകദേശം 5 മണിയോടെയായിരിക്കും. ഈ റൂട്ടിലെല്ലാം തന്നെ നമ്മുടെ ട്രഡീഷണൽ റൂട്ടെല്ലാം തന്നെ നമ്മൾ തിരുവാഭരണ പെട്ടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റെറൈലായിട്ടായിരിക്കും ഇട്ടിരിക്കുക. ഭക്തജനങ്ങളുടെ തിക്കും തിരക്കുകളോ അല്ലെങ്കിൽ തിരുവാഭരണ പെട്ടീനെ തൊടാനോ മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ തിരുവാഭരണ പെട്ടി 18-ാം പടിയുടെ ഏകദേശം നമ്മൾ 6 മണിക്ക് 20 മിനിറ്റ് ആവുമ്പോൾ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 6:35 ആവുമ്പോൾ ദീപാരാധന നടക്കും. ഈ സമയങ്ങളിലെല്ലാം തന്നെ തിരുവാഭരണം വരുന്ന വഴിയിൽ ഭക്തജനങ്ങളുടെ തിക്കും തിരക്കുകളോ മറ്റും തന്നെ നമ്മൾ അനുവദിക്കില്ല, അതിനെ നിയന്ത്രിക്കാറുണ്ട്. അത് തിരുവാഭരണ പെട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, സുരക്ഷിതമായി ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. മകരവിളക്ക് നടക്കുന്ന ദിവസം നമ്മളുടെ വിളക്കിന് ശേഷം നമ്മളുടെ വ്യൂ പോയിന്റ്സ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പാണ്ടിത്താവളം തൊട്ട് ശരംകുത്തി, അതുപോലെ തന്നെ യു ടേണിന്റെ ഭാഗങ്ങൾ, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധ സ്ഥലങ്ങളിലായിട്ട് വിളക്ക് കാണാനായിട്ട് ഭക്തജനങ്ങളുടെ അഭൂതത്തിരക്ക് ഉണ്ടാകാറുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ക്രൗഡിനെയാണ് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ട്രഡീഷണൽ റൂട്ടിലൂടെയൊക്കെ എരുമേലിയും മറ്റു ഭാഗങ്ങളിലൊക്കെ നല്ല തിരക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വരുന്ന ആളുകളെല്ലാം തന്നെ ഈ പറയുന്ന വിളക്ക് കാണുന്ന വ്യൂ പോയിന്റ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും മറ്റും വിരിവെക്കാറുണ്ട്. ഞങ്ങൾക്ക് ഭക്തജനങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ സുരക്ഷിതമായിട്ട് വിരിവെക്കുക എന്നുള്ളതാണ്. അതിന് ഫോറസ്റ്റും ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ നിങ്ങളെ സഹായിക്കാനായിട്ടും ഞങ്ങളുടെ ഒപ്പം നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇതില് നിങ്ങളുടെ ജീവനും മറ്റും അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതുമെല്ലാം സ്വയം നിയന്ത്രിക്കുന്നതും പോലീസിനോടും ഫയർഫോഴ്സിനോടും ഫോറസ്റ്റിനോടും സഹകരിക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്ത പ്രധാനമായിട്ടുള്ളത് അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു രീതികൾ ചിലയിടങ്ങളിൽ കാണാറുണ്ട്. അത് നമ്മൾ സുരക്ഷയുടെ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ അത് അനുവദിക്കാറില്ല. കാരണം എന്തെങ്കിലും തീ കത്തുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ്, അത് വളരെ വലിയൊരു തീപിടുത്തത്തിലേക്ക് പോകും. അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുടെ ഒരു ക്രമീകരണങ്ങൾ ഈ ഹിൽ ടോപ്പിൽ സന്നിധാനത്ത് നമുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ പാചകങ്ങളോ മറ്റും നിർബന്ധമായിട്ടും അത് ഒഴിവാക്കാനായിട്ടുള്ള റിക്വസ്റ്റുകൾ ഓൾറെഡി ഗുരുസ്വാമിമാരുടെ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ഗുരുസ്വാമിമാരെ അറിയിക്കുകയും എല്ലാ വരുന്ന ഇങ്ങനെ തിരക്കുകളോട് വരുന്ന ആളുകളെ എല്ലാം അറിയിക്കുകയും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് വിളക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ കാണാൻ സാധ്യതയുള്ള വ്യൂ പോയിന്റ്സിലെല്ലാം തന്നെ ദേവസ്വത്തിനോട് സഹകരണത്തോടു കൂടി, ഫോറസ്റ്റിന്റെയും മറ്റും സഹകരണത്തോടു കൂടി പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് വിളക്ക് കാണുന്ന ആ നിമിഷത്തിലേക്ക് തിക്കും തിരക്കും കൂട്ടിയിട്ട് അത് അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും പോകരുത്. എല്ലാവരും സ്വയം നിയന്ത്രിക്കുകയും കൂടെ വന്ന ഭക്തരോടും ആ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം വിളക്ക് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും പമ്പയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരു തിക്കും തിരക്കും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം പമ്പയിൽ ആവശ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭക്തരുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള KSRTC വാഹനങ്ങളുടെ ക്രമീകരണങ്ങൾ നമ്മൾ പമ്പയിൽ ഒരുക്കിയിട്ടുള്ളതാണ്. പമ്പ എസ്ഐയുടെ നേതൃത്വത്തിൽ അത് ക്രമീകരണങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ എത്രയും പെട്ടെന്ന് പമ്പയിൽ എത്തുക എന്നുള്ളത് മാറി വളരെ സുരക്ഷിതമായിട്ട് പോലീസിനോടും മറ്റും വളരെയധികം സഹകരിച്ചുകൊണ്ട് മാത്രം വളരെ പയ്യെ തന്നെ അത് ഇറങ്ങുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം. നമ്മൾ അതിന് പ്രധാനമായിട്ടും എക്സിറ്റ് റൂട്ടുകൾ 2 നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉപശാഖകൾ വേറെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് പാണ്ടിത്താവളത്തിൽ നിന്ന് ഇറങ്ങി ദർശൻ കോംപ്ലക്സിന്റെ പിൻഭാഗത്തോടു കൂടി നടപ്പന്തലിന്റെ കൊപ്രാക്കളത്തിന്റെ ഭാഗത്തേക്ക്, നടപ്പന്തലിന്റെ പിൻഭാഗത്തുള്ള കൊപ്രാക്കളത്തിലെ ട്രാക്ടർ റോഡിലൂടെ KCB ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു പ്രധാനപ്പെട്ട
എക്സിറ്റ് റൂട്ട്. രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് പാണ്ടിത്താവളം ജംഗ്ഷനിൽ നിന്നും നമ്മളുടെ ഇൻസിനറേറ്റർ, അതായത് മാളികപ്പുറത്തിന്റെ ഭാഗത്തേക്കുള്ള ആ ഇറക്കം വഴി ഇറങ്ങി പോലീസ് ബാരക്കിന്റെ ഫ്രണ്ടിലോട് കൂടി ബെയിലിപ്പാലം വഴി കയറി ചന്ദ്രാനന്ദ റോഡിൽ എത്തിച്ചേരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട എക്സിറ്റ് റൂട്ടാണ്. മൂന്നാമതായിട്ട് നടപ്പന്തലിന്റെ മധ്യഭാഗത്തോടു കൂടി KCB ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന മൂന്നാമത്തെ റൂട്ടുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടുള്ള എക്സിറ്റ് റൂട്ടുകളിലൂടെ ഭക്തജനങ്ങളെ നമ്മൾ സുരക്ഷിതമായിട്ട് വളരെ സെഗ്മെന്റുകൾ തിരിച്ച് ക്രമീകരണത്തോടു കൂടി അത് മറ്റപകട സാധ്യതകളൊന്നുമില്ലാതെ സുരക്ഷിതമായിട്ട് പമ്പയിൽ എത്തിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം മകരവിളക്കുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ ദിവസം സാക്രോ സാങ്ക്ടത്തിലും മറ്റും സോപാനത്തിലും മറ്റുമൊക്കെയുള്ള അഭൂതമായ തിക്കുതീർക്കൽ വന്നാൽ അത് നിയന്ത്രിക്കാനായിട്ടുള്ള പരിമിതികളുണ്ട്. അവിടുത്തെ ക്യാരിങ് കപ്പാസിറ്റി, അവിടെ എത്ര ഭക്തന്മാരെ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. അമ്പലത്തിന് തിരുമുറ്റത്തും ലോവർ തിരുമുറ്റത്തും അപ്പർ തിരുമുറ്റത്തും മറ്റുമൊക്കെയായിട്ട് തിരുഭാവരണം വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അന്ന് ഈ അമ്പലത്തിന്റെ സാക്രോ സാങ്ക്ടത്തിനും ചുറ്റുമുള്ള ക്ലോസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ക്രൗഡ് മാനേജ്മെന്റിന്റെ ഏരിയയിൽ നിന്നും ഭക്തരെ വ്യൂ പോയിന്റ്സിലേക്ക് മകരവിളക്ക് കാണുന്ന ഭാഗത്തേക്ക് ആളുകളെ നമ്മൾ മാറ്റുന്നതാണ്. അതിനു ശേഷം മാത്രമായിരിക്കും തിരുഭാവരണം വരാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സും അതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന 1.5 to 2 ലക്ഷം ഭക്തന്മാർ ഇവിടെ ഉള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്രമീകരണങ്ങൾ നടത്തുന്നത്. അപ്പം ഇതിലെ എല്ലാ ഭാഗങ്ങളിലും നമ്മളോടുള്ള സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യത്തെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ആ സമയത്ത് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 1 മണി തൊട്ട് വൈകുന്നേരം ഈ ക്രൗഡിന്റെ മൂവ്മെന്റ് അനുസരിച്ച് എത്ര സമയം വരെ പോകുന്നു അത്ര സമയം വരെ അത്രയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉണ്ടായിരിക്കും. അന്നത്തെ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ തന്നെ ചീഫ് പോലീസ് കൺട്രോളർ ഇവിടെ ഉണ്ടാവുന്നതാണ്. അപ്പം അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ നമ്മൾ വിവിധ തലങ്ങളിൽ നമ്മൾ ഇത് വിലയിരുത്തി കഴിഞ്ഞു. നമ്മളുടെ അഡീഷണൽ ആയിട്ട് മകരവിളക്കിന് എത്തിച്ചേരുന്ന ഫോഴ്സും നാളെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഹൈ ലെവൽ കമ്മിറ്റീസും മറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വിവിധ തലങ്ങളിൽ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിധത്തിലും പോലീസിന്റെയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഏകദേശം പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഭക്തജനങ്ങളുടെ സഹകരണമാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ടാണ് ഈ ക്രമീകരണങ്ങളെല്ലാം വരുത്തിയിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ സഹകരണം നിങ്ങളിൽ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു.